ഹായ് എവ്രി വൺ. സോ നമ്മളുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഫ്ലൈറ്റ് ടിക്കറ്റ് എങ്ങനെ അഫോർഡബിൾ ആയിട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. സോ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന അക്കോമഡേഷൻ. അതായത് ലക്ഷദ്വീപിൽ നമുക്ക് 2 ടൈപ്സ് ഓഫ് അക്കോമഡേഷൻ ആണ് മെയിൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ഹോം സ്റ്റേ അക്കോമഡേഷനും മറ്റൊന്ന് റിസോർട്ട് അക്കോമഡേഷനും. അതിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വരാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മാക്സിമം ഹോം സ്റ്റേ അക്കോമഡേഷൻസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല അവിടെയുള്ള സാധാരണക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരുടെ ഒരു നോർമൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഹോം സ്റ്റേ തന്നെയാണ്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന ഹോം സ്റ്റേയിൽ ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് അവൈലബിൾ ആണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ പാർട്ട്നേഴ്സുമായിട്ട് മേക്ക് ഷുവർ ചെയ്യുക. ലക്ഷദ്വീപിൽ ഹോം സ്റ്റേ പാക്കേജസും റിസോർട്ട് പാക്കേജസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രൈസ് ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. സോ മാക്സിമം എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഹണിമൂൺ പാക്കേജ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ റിസോർട്ട് പാക്കേജസ് ചൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതേ സ്ഥാനത്ത് അഫോർഡബിൾ ആയിട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മെയിനായിട്ട് പോകുന്നതെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഹോം സ്റ്റേ തന്നെയാണ്. സോ അതിലൂടെ നമുക്ക് വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. ബാക്കി ഡീറ്റെയിൽസ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ബൈ.